അല്ലകത്ത് വാഴക്കാട് ഒരു മദ്രസാ പ്രസ്ഥാനം തുടങ്ങിയപ്പോൾ മദ്രസയുടെ ഒന്നാമത്തെ മീമ് ജഹന്നമിന്റെ അവസാനത്തെ മീമെന്ന് പാട്ടുപാടി ഈ കേരളത്തിലൂടെ പ്രഭാഷണങ്ങൾ നടത്തിയ ആളുകൾ ഇന്ന് അഭിമാനത്തോടെ പറയാ 10,000-കണക്കിന് മദ്രസ ഉണ്ട് എന്ന്. അന്നെങ്ങാനും മദ്രസയുടെ മീം ഒന്നാമത്തെ മീമാണ്, മദ്രസയുടെ ഒന്നാമത്തെ മീം ജഹന്നമിന്റെ മീമാണെന്ന് പറഞ്ഞ് നമ്മൾ കെട്ടിപ്പൂട്ടി വെച്ചിരുന്നെങ്കിൽ ഇന്ന് മദ്രസകൾ ഉണ്ടാകുമായിരുന്നില്ല. നമ്മളവിടെ നിർത്തിയില്ല. പല ആക്ഷേപങ്ങളും പല പ്രയാസങ്ങളും കേട്ടിട്ട് സദൈര്യം മുന്നോട്ട് പോയത് ഇത് അള്ളാഹുവിന്റെ ദീനാണ്, പടച്ചോന് സഹായം ഉണ്ടാവുന്നതാ. അതുകൊണ്ടാണ് ഇന്ന് 10,000-കണക്കിന് മദ്രസിന്റെ പേരിൽ അഭിമാനിക്കുന്നത്. തീരുന്നില്ല. സ്ത്രീകൾ എഴുത്ത് പഠിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ കാലം ഇന്ന് അഭിമാനത്തോടെ അവർ പറയുന്നു സ്ത്രീകൾക്ക് +2 വരെ മദ്രസ ഉണ്ട് എന്ന്. അവിടെ നിൽക്കുന്നില്ല. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഹറാമാണെന്ന് പറഞ്ഞു. കാരണം എന്താ? അറബിയിലെ ദാൽ, ഇംഗ്ലീഷ് പഠിച്ചാൽ അറബിയിലെ ദാൽ ചരിക്കൂല, അത് ഡി ആയി മാറും. എന്നിട്ട് അവർ ഉദാഹരണം പറയുന്നറിയോ? ഖുൽ ഹുവല്ലാഹു അഹദ്, അത് ഓതുമ്പോ ഖുൽ ഹുവല്ലാഹു അഹദ് എന്നാവും. തെറ്റിദ്ധരിപ്പിക്കുക ആളുകൾക്ക് മുമ്പിൽ. ഇത്തരത്തിലുള്ള നന്മയുടെ നവോത്ഥാന പ്രവർത്തനങ്ങളിൽ നിന്ന് ആളുകൾ എങ്ങനെ പുറകോട്ട് വലിക്കാൻ പറ്റുമോ ഇതെല്ലാം ശ്രമം നടത്തിയവർ ഇന്ന് ഇംഗ്ലീഷ് മീഡിയത്തിന്റെ പേരിൽ അഭിമാനം കൊള്ളുക. പല സ്ഥാപനങ്ങളാണ് അവർ കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കിയുള്ള സ്ഥാപനങ്ങളിൽ ഇംഗ്ലീഷ് മീഡിയം പ്രത്യേകമായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കി പഠിപ്പിക്കുമ്പോൾ നമുക്ക്